കിലോയ്ക്ക് 350 രൂപ വരെയും കുറഞ്ഞ മുതൽ മുടക്കിൽ മികച്ച വരുമാനം. ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള പഴമായതിനാൽ ഡ്രാഗൺ ഫ്രൂട്ടിന് വലിയ ഡിമാൻഡാണ്. ഇതിൻ്റെ കലോറി കുറവും നാരുകൾ കൂടുതലുമാണ്. അതിനാൽ പ്രമേഹ രോഗികൾക്കും ഇത് കഴിക്കാം. BP നിയന്ത്രണത്തിന് സഹായിക്കുന്നു. ഇന്ത്യയിൽ ഈ പഴത്തിന് ഡിമാൻഡ് വർദ്ധിച്ചതിന് പിന്നാലെ പലരും ഇവ കൃഷി ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. മെക്സിക്കൻ പഴമായ ഇത് കേരളത്തിലെ കാലാവസ്ഥയ്ക്കും മികച്ചതാണ്. നല്ല വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി ഈ കൃഷി തിരഞ്ഞെടുക്കാമെന്ന് കർഷകർ പറയുന്നു. വിത്തുകളും തണ്ടുകളും നടാം. തണ്ടുകൾ നടുന്നതാണ് കൂടുതൽ നല്ലത്. ആരോഗ്യമുള്ള ചെടിയിൽ നിന്നും 10 മുതൽ 12 ഇഞ്ച് നീളമുള്ള തണ്ടുകൾ മുറിച്ചെടുത്ത് 2 മുതൽ 3 ദിവസം തണലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. വെള്ളം കെട്ടി നിൽക്കാത്ത ഏതു തരം മണ്ണിലും ഡ്രാഗൺ ഫ്രൂട്ട് വളരും. ചെടി നടാൻ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കുക. മണ്ണ്, മണൽ, ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് എന്നിവ തുല്യ അനുപാതത്തിൽ കലർത്തി ചട്ടിയിലോ തറയിലോ നടാവുന്നതാണ്. ദിവസവും 6 മുതൽ 8 മണിക്കൂർ വരെ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കണം. പടർന്നു വളരുന്ന ചെടിയായതിനാൽ ഇതിന് താങ്ങ് ആവശ്യമാണ്. 6 മുതൽ 7 അടി വരെയുള്ള കോൺക്രീറ്റ് തൂണുകൾക്ക് ചുറ്റും നടാം. ചെടിക്ക് അമിതമായി വെള്ളം ആവശ്യമില്ല. വേനൽക്കാലത്ത് ആഴ്ചയിൽ 2 തവണ നനയ്ക്കുന്നത് നല്ലതാണ്. ജൈവവളത്തിന് മുൻഗണന നൽകണം. 1.5 മുതൽ 2 വർഷത്തിനുള്ളിൽ ചെടി പൂത്തു തുടങ്ങും. പൂവ് വന്നാൽ ഏകദേശം 1 മാസത്തിനുള്ളിൽ ഫലം പാകമാകും. പഴത്തിൻ്റെ നിറം പച്ചയിൽ നിന്ന് പിങ്കോ ചുവപ്പോ നിറമാകുമ്പോൾ വിളവെടുക്കാം. കുറഞ്ഞ മുതൽ മുടക്കിൽ മികച്ച വരുമാനം ലഭിക്കും. കിലോയ്ക്ക് 70 രൂപ മുതൽ 350 രൂപ വരെയാണ് വില.